എൻ ശ്രീകുമാർ, കോൺഗ്രസ് ഇക്കാര്യത്തിൽ ശരിക്കും വെട്ടിലായി എന്നുള്ള നിരീക്ഷണം ഉണ്ട്. കാരണം നേരത്തെയും അങ്ങനെയാണ്. പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കുകയും തുടർന്നുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുകയും ചെയ്ത സമയത്ത് പോലും എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ നിലപാടിലേക്ക് വരാൻ കോൺഗ്രസ് ബുദ്ധിമുട്ടിയിരുന്നു. കേരളത്തിൽ പക്ഷേ കൃത്യമായ നിലപാടെടുത്തിരുന്നു. അത് CAA-ക്ക് എതിരെയുള്ള നിലപാടായിരുന്നു. ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം, അതുപോലെ തന്നെ കശ്മീരിന്റെ പദവി, ഇതുപോലെയൊക്കെ തന്നെ ഈ പൗരത്വ ഭേദഗതി നിയമം കൂടി നടപ്പിൽ വരുമ്പോൾ അത് കൃത്യമായി 400+ എന്ന ഒരു സംഖ്യയിലേക്ക് കുതിക്കുവാനുള്ള BJP-യുടെ അജണ്ട അതുകൂടി നടപ്പിലാവുകയല്ലേ? നോക്കൂ മഞ്ജുഷേ, നമ്മളിവിടെ കാണുന്നത് BJP-യുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിയുടെ ഭയമാണ്. കാരണം രാമക്ഷേത്രം ഒരു അജണ്ടയായിട്ട് ആ പാർട്ടി മുന്നോട്ട് വെച്ചെങ്കിലും അത് വേണ്ടത്ര ഏശിയില്ല എന്നൊരു തോന്നൽ അവർക്ക് വന്നിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞു ഇത് കോൺഗ്രസിനെ വെട്ടിലാക്കിയെന്ന്. കോൺഗ്രസിനെ വെട്ടിലാക്കുകയല്ല, ഇത് വെട്ടിലാകാൻ പോകുന്നത് BJP-ആണ്. കാരണം BJP അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. നടപ്പാക്കിയിരിക്കുന്നു. എപ്പോഴ്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ. അപ്പോൾ ഇവിടെ പ്രശ്നമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെച്ചിരിക്കുകയാണ്. അതോടെ നിൽക്കട്ടെ. കോൺഗ്രസ് എങ്ങനെ വെട്ടിൽ വീഴുന്നത്? കോൺഗ്രസ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ 2019 പാസ്സാക്കിയപ്പോഴേ അന്നോട്ടേ രാഹുൽ ഗാന്ധി കോൺഗ്രസും AICC-യും പറയുന്നുണ്ട്, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല. അതിൽ യാതൊരു മാറ്റവുമില്ല. കോൺഗ്രസിന്റെ നിലപാടും അത് തന്നെയാണ്. അത് ഈ നിമിഷം വരെ മാറിയിട്ടില്ല. മറ്റിടത് കക്ഷികളും അതുപോലെ തന്നെ ജനാധിപത്യ കക്ഷികളും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന കക്ഷികളും ഒക്കെ ഈ നിലപാടിലാണ്. ഇവിടെ രാമക്ഷേത്രം എന്നൊരു അജണ്ട BJP കൊണ്ടുവന്നപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഇതാ BJP-യുടെ അജണ്ട എത്തി, ഭൂരിപക്ഷ ഹിന്ദുക്കളെ സ്വാധീനിക്കാൻ, അവരുടെ വോട്ട് കരസ്ഥമാക്കാൻ വർഷങ്ങളായി BJP പറയുന്ന അയോധ്യ ഇതാ പ്രാവർത്തികമായിരിക്കുന്നു, പ്രതീക്ഷകൾ പൂവണിഞ്ഞിരിക്കുന്നു, നമ്മുടെ രാമൻ ജനിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അറിയാമല്ലോ പ്രധാനമന്ത്രിയുടെ വികാരനിർഭരമായ പ്രസംഗങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടും ജനങ്ങൾക്കിടയിൽ വേണ്ടത്ര ഒരു അനുകൂല മനോഭാവം ഉണ്ടായില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ ഒരുപാട് അതാത് ദിനചര്യകളിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പോഴാണ് പിന്നെ ആലോചിച്ച് എങ്കിൽ പിന്നെ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കി കളയാം. ഇത് നടപ്പാക്കണമെങ്കിൽ ഇതിപ്പോൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ ചില കക്ഷികൾ തയ്യാറെടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. കേരളം നടപ്പാക്കില്ല എന്ന് പറയുന്നു. അതിന്റെ നിയമവശപരമായ പോരാട്ടങ്ങളൊക്കെ എന്തെങ്കിലും ആവട്ടെ. പക്ഷെ അത് ഒരു നിലപാടെടുക്കാൻ കഴിയില്ലല്ലോ. അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനെ ഒരു നിലപാടെടുക്കുവാനും പ്രമേയങ്ങൾ പാസ്സാക്കുവാനും കഴിയും. അത് 7 സംസ്ഥാനങ്ങൾ എന്തോ ഇങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ 2 സംസ്ഥാനങ്ങളിൽ പിന്നീട് BJP അധികാരത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രമേയം അങ്ങനെ തന്നെ നിൽക്കുന്നു. പക്ഷേ ആ സംസ്ഥാനങ്ങൾ സ്വാഭാവികമായിട്ടും CAA അനുകൂലിക്കുന്ന സംസ്ഥാനങ്ങളായി മാറുകയും ചെയ്തിട്ടുണ്ട്. രാജസ്ഥാൻ അതിന് ഉദാഹരണമാണ്. ഛത്തീസ്ഗഡും അതിന് ഉദാഹരണമാണ്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. നടപ്പാക്കില്ല എന്നാണ് നിലപാടെടുത്തിരുന്നത്, നടപ്പിലാക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ നിലപാടെന്നും. അത് പക്ഷേ രാഷ്ട്രീയമായി പറയാം എന്നല്ലേ ഉള്ളൂ, അല്ലാതെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ പൗരത്വത്തിന് അപേക്ഷിക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി ഇവിടെ 2014 ഡിസംബർ 31 അതിനു മുൻപോ താമസിച്ചു വരുന്നവർ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത് വെബ്സൈറ്റ് വഴിയാണ്. ആ വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കുന്നത് എങ്ങനെ തടയുവാൻ പറ്റും? സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും ഇക്കാര്യത്തിൽ? ഇതിപ്പോൾ ഒരു ഭീതി പരത്തുകയാണ്. ഇപ്പോൾ നിലവിൽ പൗരത്വമുള്ള മുസ്ലിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടുമെന്ന്, അത് അനുവദിക്കില്ല എന്ന രീതിയിലുള്ള പ്രചാരണമാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. ഈ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന അഭയാർത്ഥികൾ, അതിൽ മുസ്ലിങ്ങൾ ഒഴിച്ചുള്ളവർക്ക് പൗരത്വം നൽകുന്നു എന്നതല്ലേ അതിൽ വരുന്നത്. അല്ലാതെ ഇത് നടപ്പിലാക്കില്ല എന്നത് അത് വെറുതെ പറയാമെന്നല്ലാതെ അതിൽ കാര്യമില്ല. അല്ല, അതല്ല, നടപ്പിലാക്കില്ല എന്നൊരു സംസ്ഥാന ഗവൺമെന്റ് പറയുകയാണെങ്കിൽ, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടില്ല, ഇപ്പൊ പറഞ്ഞതായിരിക്കും. മുഖ്യമന്ത്രി CPM-ന്റെ നിലപാട് ആദ്യം വേറെ വ്യക്തമാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഏത് നിയമം കൊണ്ടുവന്നാലും അത് ചോദ്യം ചെയ്യപ്പെടാൻ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി നിയമം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുള്ള വിഷയമാണ്. ഇപ്പൊ മഞ്ജുഷ പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു പൗരത്വ ഒരു നിയമം ഉണ്ടല്ലോ, ആ നിയമം മതി എന്ന് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പറഞ്ഞത്? കാരണം രാജ്യത്തെ വിഭജിക്കുന്ന രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കിട കൊടുക്കരുത്, അത് വരാനുള്ള പ്രശ്നങ്ങൾക്ക് ഇട കൊടുക്കരുത്. ഇപ്പൊ ഒരു പൗരത്വ രജിസ്റ്ററിന്റെ കാര്യമൊക്കെ ഇതിൽ ചർച്ചയായിട്ട് വരണം.
കാരണം പൗരസ്ത്യ രജിസ്റ്റർ ഒരു രജിസ്റ്റർ നമുക്ക് വേണം. ഈ രജിസ്റ്റർ ആസാമിൽ എന്തുകൊണ്ട് നടപ്പാക്കാൻ പറ്റും, എന്തുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ BJP ഗവൺമെന്റ് പിന്മാറി എന്നുള്ളതൊക്കെ ചർച്ചയാണ്. അതുപോലെ തന്നെ ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെയുള്ള മുസ്ലിങ്ങളായവർക്ക് ഇത് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ജൈനമതവും അതുപോലെ ഉൾപ്പെടെയുള്ള മതക്കാർക്ക് ഇവിടെ അവർക്ക് പൗരത്വം കൊടുക്കാമെന്ന് പറയുമ്പോൾ അവിടെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് ചില വിഭാഗത്തിലുള്ള മുസ്ലിങ്ങൾ പാകിസ്ഥാനിലൊക്കെ പീഡനം നേരിടുന്നുണ്ട്. അത് നേരിടുന്നില്ല എന്ന് എങ്ങനെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും? അവിടുത്തെ മുസ്ലിങ്ങളിൽ തന്നെ ഒരു വിഭാഗം ഇതൊക്കെ പ്രത്യേകിച്ച് അഹമ്മദീരാൻ തോന്നുന്നു, അവർ ഇങ്ങനെയുള്ള പീഡനം അവിടെ നേരിടുന്നുണ്ട്. അപ്പൊ അത് മുസ്ലിമിലെ തന്നെ പല വിഭാഗങ്ങൾക്ക് ഇതിന്റെ പ്രശ്നമുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ഒരുപാട് പൈതൃകമായി കിട്ടിയ ഒരുപാട് മുദ്രാവാക്യങ്ങൾ നമുക്കുണ്ട്. വസുദേവ കുടുംബം എന്നുള്ളതും ലോകമേ തറവാടെന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ദേശീയോദ്ഗ്രഥവുമായി ബന്ധപ്പെട്ടതും ബഹുസ്വരതയുമായി ബന്ധപ്പെട്ടുമുള്ള ഒരുപാട് പാരമ്പര്യം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അവിടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങോട്ട് നിയമം കൊണ്ടുവന്നാൽ ഇത് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കില്ലേ എന്ന് എന്തുകൊണ്ട് ഗവൺമെന്റ് ആലോചിക്കുന്നില്ല? ഇത് സുപ്രീം കോടതിയിൽ നാളെ ചോദ്യം ചെയ്യപ്പെടുമോ എന്ന് ഞാൻ കരുതുന്നുണ്ട്. ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. അതിന്റെ കോടതിയിലും തീരുമാനം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നോക്കൂ, ഈ അടുത്ത കാലങ്ങളിൽ BJP ഗവൺമെന്റിന് ഉണ്ടായിട്ടുള്ള ഒരുപാട് തിരിച്ചടികൾ, അത് ഇന്നത്തെ അടക്കം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മറ്റേ നമ്മുടെ SBIയോടെ നമ്മുടെ ഈ ബോണ്ടിനെ കുറിച്ചുള്ള വിവരം അറിയിക്കാൻ പറഞ്ഞപ്പോൾ അവരെന്തിനാ ദിവസം നീട്ടി ചോദിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്? അപ്പൊ ഇതൊക്കെ ഗവൺമെന്റിനെതിരായിട്ടുള്ള നീക്കമാണ്. ഇങ്ങനെ ഒരുപാട് നീക്കങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും പിടിവള്ളി കിട്ടുകയാണെങ്കിൽ അതിൽ പിടിക്കാൻ പറ്റുമോ നോക്കുകയാണ്. ശ്രീകുമാർ സാർ പറഞ്ഞു വന്നത് ഇവിടെ